ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് പിഴ പിന്നീട് കത്തായും മെയിലായുമെല്ലാം വരുന്നത് സാധാരണമാണ്. സ്വിറ്റ്സർലൻഡിൽ പോയി വൻ ട്രാഫിക് ഫൈൻ വാങ്ങിയ ഒരു യുവതിയുടെ അനുഭവമാണിപ്പോൾ സമൂഹമാധ്യമങ്ങൾ ചർച്ചയാകുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ ട്രാഫിക് പിഴ ലഭിച്ചതായി ഒരു ഇന്ത്യൻ ടൂറിസ്റ്റ് വെളിപ്പെടുത്തി. അവധിക്കാലം കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തിന് ശേഷം പിഴ തപാൽ വഴി എത്തുകയായിരുന്നു. എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് യുവതി തന്റെ അനുഭവം പങ്കുവച്ചത്. ആദ്യം 1 ലക്ഷം രൂപയുടെ ചെല്ലാനാണ് ലഭിച്ചതെന്നാണ് യുവതി കുറിച്ചതെങ്കിലും പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് വൈകിയതിനുള്ള പിഴയും മറ്റ് ചാർജുകളും ഉൾപ്പെടുത്തി മൊത്തം 1.5 ലക്ഷം രൂപയോളമാണ് എന്ന് മനസ്സിലായത്. ഇതിനെതിരെ അപ്പീൽ നൽകാനോ തുക കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നിലവിൽ യുവതി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 1.3 ദശലക്ഷത്തിലധികം ആളുകളാണ് ഈ പോസ്റ്റ് കണ്ടത്. വിദേശ രാജ്യങ്ങളിലെ കടുത്ത ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ടൂറിസ്റ്റുകൾ വരുത്തുന്ന പിഴവുകളെക്കുറിച്ചും വലിയൊരു ചർച്ചയ്ക്കാണ് ഇത് തുടക്കമിട്ടത്. അതേസമയം ലഭിച്ച നോട്ടീസ് വളരെ ഗൗരവത്തോടെ കാണണമെന്ന് പലരും യുവതി ഉപദേശിക്കുന്നുണ്ട്. സ്വിസ് ട്രാഫിക് പിഴകൾ വളരെ വലുതാണ്. അത് അടച്ചു തീർക്കുക, അല്ലാത്ത പക്ഷം അവർ അതിന്മേൽ പലിശ കൂട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ തുക തവണകളായി അടയ്ക്കാനുള്ള അനുമതി ചോദിക്കാം. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് വീണ്ടും യാത്ര ചെയ്യുകയാണെങ്കിൽ 20 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും അവർ നിങ്ങളെ തടഞ്ഞേക്കാം എന്നാണ് പലരും മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.